ഇന്നത്തെ വീഡിയോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാർബിൾ കേക്കിൻ്റെയാണ്. ഈ കേക്ക് നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദാപ്പൊടി എടുത്തിട്ടുണ്ട്. അതിനൊപ്പം 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർക്കുന്നുണ്ട്. കൂടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായി അരിച്ചെടുക്കാം. കോൺഫ്ലോർ കൂടി ചേർക്കുമ്പോൾ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. കട്ടകളൊന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് അരിച്ചെടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് 1 നുള്ളുപ്പും 3 മുട്ടയും 1 ടീസ്പൂൺ വാനില എസൻസും എടുത്തിട്ടുണ്ട്. ഇതിനൊപ്പം 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പഞ്ചസാര കുറേശ്ശെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ കുറേശ്ശെ ഒഴിച്ച് ബീറ്ററിൻ്റെ 1ാമത്തെ സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബാറ്റർ താഴ്ന്നു പോകരുത്. ഓയിലിന് പകരം ബട്ടർ മെൽറ്റ് ചെയ്തതായിരുന്നാലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വിനാഗിരി കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും മതിയാകും. ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരുന്ന മൈദ മിക്സ് കുറേശ്ശെ ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പാല് കൂടി ചേർത്ത് കൊടുക്കണം. എനിക്കിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പാലാണ് വേണ്ടി വന്നത്. ബാറ്റർ പതിയെ ഫോൾഡ് ചെയ്തെടുക്കാവൂ. ഞാനിവിടെ വീഡിയോ സ്പീഡ് കൂട്ടി ഇട്ടേക്കുവാണ്. സ്പീഡിൽ ചെയ്താൽ ബാറ്റർ താഴ്ന്നു പോകും. എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കൊക്കോ പൗഡർ മിക്സ് ചെയ്യാനായിട്ട് ഈ ബാറ്ററിൽ നിന്ന് കുറച്ച് വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. കുറച്ച് ബാറ്ററുള്ള ബൗളിലേക്ക് 2 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. കൊക്കോ പൗഡർ ചേർക്കുമ്പോൾ ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ചേർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കട്ടകൾ ഉണ്ടാവില്ല. കൊക്കോ പൗഡർ ചേർക്കുമ്പോൾ ബാറ്റർ കുറച്ച് കട്ടിയാവും. അപ്പോൾ അതൊന്ന് ലൂസാക്കാനായിട്ട് ആവശ്യത്തിന് പാല് കൂടി ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ പാല് ചേർക്കാവൂ. ബാറ്റർ ഒരുപാട് ലൂസാവാൻ പാടില്ല. അത് നോക്കിയിട്ട് വേണം പാല് ചേർക്കാനായിട്ട്. ഇഞ്ചിൻ്റെ സ്ക്വയർ ട്രേയിലാണ് ബേക്ക് ചെയ്യുന്നത്. അത് ബട്ടർ പേപ്പർ ഇട്ട് എടുത്തിട്ടുണ്ട്. 2 ബാറ്ററിലേക്കും ഇതുപോലെ ഓരോ തവി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ബാറ്റർ കോരി ഒഴിക്കാൻ എളുപ്പമായിരിക്കും. ബാറ്റർ ട്രേയിൽ സെറ്റ് ചെയ്യാം. അതിനായിട്ട് ആദ്യം ഒരല്പം വാനില മിക്സ് ഒഴിച്ചു കൊടുക്കാം. സ്പ്രെഡ് ചെയ്യുകയൊന്നും വേണ്ട. അതിന് മുകളിലേക്ക് അടുത്ത് കൊക്കോ പൗഡർ ഇട്ട മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്നിനു മീതെ ഒന്നായി ഓരോ ബാറ്ററും മാറി ഒഴിച്ച് ഫില്ല് ചെയ്തെടുക്കാം. ഒരു ടൂത്ത് പിക്കോ ഇതുപോലൊരു സ്റ്റിക്കോ കൊണ്ട് ഡിസൈൻ പോലെ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. നന്നായി ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് ഒക്കെ കളഞ്ഞിട്ട് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം.
വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.